നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ലിൻഡോ കീറ്റിക്കൽ. നമ്മളുടെ ചന്ത എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന സെയിൽ പോസ്റ്റുകളാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് കാണിക്കുന്ന ഈ വയനാടൻ ഫീമെയിൽ 9 മാസം പ്രായമായ അടിപൊളി ഒരു കുട്ടി. ഇതിനുദ്ദേശിക്കുന്ന വില 16,000 രൂപ. ഇത് നിൽക്കുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടിയാണ്. ഇതിനെ വേണ്ടവർ 9314146855 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. പാരൻറ് സ്റ്റോക്കായിട്ട് വാങ്ങി നിർത്താൻ പറ്റുന്ന അടിപൊളി ഒരു കുട്ടിയാണ്. ഡെലിവറി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ പോയി കണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ വാങ്ങിക്കുക. പിന്നെ ഈ കാണിക്കുന്ന 6 മാസം പ്രായമായ ഒരു ബാർബറി കുട്ടി. ഇതിനുദ്ദേശിക്കുന്ന വില 14,800 രൂപ. ഇത് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ മതിലകത്താണ്. ഇതിനെ വേണ്ടവർ 9446658200 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഇനി പറയാനുള്ളത് എന്നുവെച്ചാൽ നമ്മളുടെ നല്ല പ്രവാസി സുഹൃത്തുക്കളെടുത്തും അതേപോലെ തന്നെ ആട് കൃഷിയിലേക്ക് വരുന്ന നമ്മളുടെ യുവതലമുറയുടെ അടുത്താണ്. ഇപ്പോൾ ആട് കൃഷിയിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ നന്നായിട്ട് ആടുകളെക്കുറിച്ച് പഠിക്കുക, ബ്രീഡുകളെക്കുറിച്ച് പഠിക്കുക. അതേപോലെ തന്നെ അതിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ പുല്ല്, മൾബറി, കൊന്ന, ചെമ്പരത്തി എന്നൊക്കെ എന്നുവേണ്ട ആടുകൾ കഴിക്കുന്ന എല്ലാ പുല്ലും ഈ സസ്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക. പ്രത്യേകം പറയാൻ കാരണം കുറേ പ്രവാസി സുഹൃത്തുക്കൾ ആട് കൃഷിയിലേക്ക് ഓടി ഇറങ്ങുന്നുണ്ട് ഒന്നും പഠിക്കാതെ, ആടുകളെക്കുറിച്ച് പഠിക്കാതെ, അല്ലെങ്കിൽ അസുഖങ്ങളെക്കുറിച്ച് പഠിക്കാതെ, അല്ലെങ്കിൽ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് പഠിക്കാതെ കുറേ പേര് ഇറങ്ങിയിട്ട് അതേപോലെ നിർത്തി പോകുന്നുണ്ട്. പിന്നെ ഈ കാണിക്കുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ആടും അതിൻ്റെ 2 മുട്ടും കുട്ടികളും, ഇത് 3നും കൂടി ഉദ്ദേശിക്കുന്ന വില 26,900 രൂപ. ഇത് നിൽക്കുന്നത് സെയിം ഓണറുടെ കയ്യിൽ തന്നെയാണ്. ഈ കാണിക്കുന്ന 2 മേൽക്കുട്ടികൾ HBയിൽ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ HB എന്ന് പറയുന്നത് നമ്മളുടെ ഹൈദരാബാദി വീട്ടിൽ. ഇത് സൂപ്പർ കുട്ടിയായിട്ടുണ്ട്, നല്ല കളർ പാറ്റേൺ ആണ്. ഇപ്പം ഞാൻ പറഞ്ഞു ആടുകളെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക, ബ്രീഡുകളെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ ഒരു ആടിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏത് ബ്രീഡിൻ്റെ കുട്ടിയാണെന്ന് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവൊക്കെ വരുന്ന രീതിയിൽ എത്തിയതിന് ശേഷം നമ്മളുടെ ആട് കൃഷിയിലേക്ക് ഇറങ്ങാം. പിന്നെ ആട് കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ 1 ആടോ 2 ആടോ മാത്രം വാങ്ങിയിട്ട് തുടങ്ങുക. അതിന് ശേഷം എണ്ണം കൂട്ടി കൊണ്ടുവരാം. അതാണ് ഏറ്റവും നല്ലത്. അതേപോലെ നല്ല പാലുള്ള ആടുകളൊക്കെ ആണെങ്കിൽ കുട്ടികൾ കുടിച്ചതിന് ശേഷം കറന്ന് നന്നായിട്ട് അതിൻ്റെ അകിടൊക്കെ വറ്റിക്കുക. പിന്നെ അവർ നിൽക്കുന്ന സ്ഥലം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ അകിട് വീക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇവർക്കും ഞാൻ പറഞ്ഞു ഓൾ കേരള ഡെലിവറി സർവീസ് ഇവർക്ക് ഉണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ ചന്ത എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ കർഷകർ മാത്രമല്ല കച്ചവടക്കാരുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വാങ്ങുന്ന, ഇപ്പോൾ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വാങ്ങുന്ന ആടായാലും പശുവായാലും കോഴിയായാലും താറാവായാലും നിങ്ങളുടെ ഉത്തരവാദിത്വം മാത്രമായിരിക്കും. ഇപ്പോൾ ഒരു കച്ചവടം നടത്തുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ കാണിക്കുന്ന ആട് ഇത് നിൽക്കുന്നത് മലപ്പുറം മഞ്ചേരിയാണ്. ഈ ഫസ്റ്റ് പ്രസവത്തിലെ ആടും ഇതിൻ്റെ 1.5 മാസമായ മുട്ടൻകുട്ടിയും, ഇത് 2നും കൂടി ഉദ്ദേശിക്കുന്ന വില 18,500 രൂപ. ഇതിനെ വേണ്ടവർ 9567859612 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. പിന്നെ നമ്മളുടെ വീട്ടിലെ ആടുകളുടെ വീഡിയോ ഇന്ന് നമ്മളുടെ മനുച്ചേട്ടൻ്റെ യൂട്യൂബ് ചാനലിൽ മനുച്ചേട്ടൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണാം. മനുച്ചേട്ടൻ്റെ ചാനലിൽ എല്ലാവർക്കും അറിയാലോ, ഇൻഡിജിനസ് ബ്രീഡ്സ് എന്ന് പറഞ്ഞ ചാനലിലാണ് നമ്മളുടെ വീട്ടിലെ ആടുകളെ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഈ കാണിക്കുന്ന കുട്ടികളെ പിരിച്ച ആട് ഇതിനുദ്ദേശിക്കുന്ന വില 13,500 രൂപ. ഇതും സെയിം ഓണറുടെ കയ്യിലാണ് നിൽക്കുന്നത്, മഞ്ചേരി തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എൻ്റെ വീട്ടിലെ ആടുകളെ ഞാൻ പറഞ്ഞു മനുച്ചേട്ടൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മളുടെ കയ്യിലും കുറച്ച് ആടുകളുടെ കളക്ഷനൊക്കെ ഉണ്ട്. അധികമൊന്നുമില്ല, ഒരു 10-35 ആടുകൾ കുട്ടികളടക്കം ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എന്തായാലും മനുച്ചേട്ടൻ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ലൈക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്കും ഷെയറൊക്കെ ചെയ്യണം. അപ്പോൾ മനുച്ചേട്ടൻ്റെ
യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് കയറി കാണാൻ സാധിക്കും. നമ്മളുടെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്യാം. അതിൽ അടിപൊളി ആടുകളുടെ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. ആൾ കർഷകരുടെ വീഡിയോസ് മാത്രമായിട്ടാണ് ചെയ്യുന്നത്. ആട് കർഷകരുടെ വീഡിയോസ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾ നല്ല ബ്രീഡേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കർഷകരൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ ഒരു വയസ്സായ ഫീമെയിൽ ഇതിനുദ്ദേശിക്കുന്ന വില 12,800 രൂപ. ഇതും മലപ്പുറം മഞ്ചേരിയിലാണ് നിൽക്കുന്നത്. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പം ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യം ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് ഞാൻ കാണിച്ചു തന്നിട്ട് ഹൈദരാബാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആടുകളെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക. ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്ന നുണയാണെന്നല്ല. പക്ഷെ നമുക്ക് ഒരു ആട് കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ആടിനെ കാണിച്ചു തന്നിട്ട് ഇപ്പം ഞാൻ പറയണത് ഹൈദരാബാദി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹൈദരാബാദി അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. അതായിരിക്കണം നിങ്ങളുടെ അറിവ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആടിനെ വാങ്ങി കഴിഞ്ഞിട്ട് ബീറ്റിലിനെ കൊണ്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി കുട്ടികൾ ഇറങ്ങും. പിന്നെ ഞാൻ പറയുന്ന തെറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്തായാലും കമൻ്റായിട്ട് അത് ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് എനിക്ക് കൂടുതൽ ഇമ്പ്രൂവ് ആകാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ അടിപൊളി ആടുകളൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മൾക്ക് മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോൾ മാത്രമാണ് നമ്മളുടെ തെറ്റുകൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഈ കാണിക്കുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ആടും അതിൻ്റെ 2 മാസമായ പെടക്കുട്ടിയും വിൽപ്പനയ്ക്ക്. ഇത് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില 21,500 രൂപ. അപ്പോൾ ഇതും നല്ല ഹൈറ്റും സൈസുള്ള ആടാണ്. പോയി കണ്ട് വാങ്ങിക്കുക. അതേപോലെ പാരൻറ്റ് സ്റ്റോക്കിനെ കണ്ടു വാങ്ങുക. അതേപോലെ ഇതിൻ്റെ പാരൻറ്റ് സ്റ്റോക്ക് ഏതാണെന്ന് ചോദിക്കുക. അത് ഞാൻ പറയാനുള്ള കാരണം നമുക്കത് പാരൻറ്റ് സ്റ്റോക്ക് അറിയുന്നതിലൂടെ നമുക്ക് അത് ആരുടെ ആടാണ്, അപ്പോൾ അതിൻ്റെ ഫാദർ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻബ്രീഡിംഗ് ഒക്കെ വളരെ കുറയ്ക്കാൻ സാധിക്കും. പിന്നെ കൊണ്ടുവരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞ് കൊണ്ടുവരുമ്പോൾ കുത്തി നിറച്ച് കൊണ്ടുവരുന്ന വണ്ടികളിൽ കൊണ്ടുവരാതിരിക്കുക. കുത്തി നിറച്ച് കൊണ്ടുവരുന്ന വണ്ടികളിൽ വളരെ പ്രശ്നങ്ങൾ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആടുകൾ കാലൊടിയാനും കൈയൊടിയാനൊക്കെ അത് പ്രശ്നമാവും, കാരണമാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.